ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നരച്ച മുടി ഫുള്ളായിട്ട് കട്ട കറുപ്പായിട്ടിരിക്കാൻ, അതും പെർമനൻ്റായിട്ട് മുടി കറുപ്പായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബീട്രൂട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളം മാറ്റി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മൈലാഞ്ചിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ മുടിയിൽ എത്രത്തോളം മൈലാഞ്ചി ആവശ്യമുണ്ടോ അത്രയും എടുക്കാം. അപ്പോൾ ഒരു ഹെന്നൻ്റെ പൗഡർ നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രമല്ല, നമുക്ക് ഫുള്ളായിട്ട് ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള അത്രയും ഹെന്ന പൗഡർ എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വെക്കാം. അങ്ങനെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മൈലാഞ്ചിപ്പൊടി ഫുള്ളായിട്ട് മിക്സ് ആവാനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു ദിവസം ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിത് എടുക്കുക. പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നല്ല റെഡ് കളറായിട്ടാണ് ഈ ഒരു ഹെന്ന മിക്സ് നമുക്ക് കിട്ടുക. അപ്പോൾ സാധാരണ നമ്മൾ ഹെന്ന പൗഡർ ഉണ്ടാക്കുമ്പോൾ ചുവപ്പ് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ബീട്രൂട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പോലെ നമ്മുടെ മുടിക്ക് ചുവപ്പ് കളർ കിട്ടിയിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതുമാണ്. മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓരോ സെക്ഷനാക്കി എടുത്തിട്ട് നല്ല പോലെ ഇത് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹെന്ന നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1-2 മണിക്കൂർ നമ്മളിത് മുടിയിൽ വെക്കുക. കുറഞ്ഞത് ഒരു 45 മിനിറ്റെങ്കിലും മുടിയിൽ വെക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഈ ഒരു ഹെന്ന മിക്സ് കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ നല്ല പോലെ ചുവപ്പായിട്ട് മാറിയിട്ടുണ്ട് കൈ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീലയമരിയുടെ പൗഡർ എടുക്കുക. നീലയമരിയുടെ പൊടി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കരിഞ്ജീരകം നന്നായിട്ട് പൊടിച്ചെടുത്ത് അത് നല്ല പോലെ തിളപ്പിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ ആ ഒരു മിക്സ് കൊണ്ടാണ് നീലയമരിയുടെ പൊടി ഞാൻ മിക്സ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവില്ല. നീലയമരി സാധാരണ ഇട്ട് കൊടുക്കുമ്പോൾ മുടി ഡ്രൈ ആവാറുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ സോഫ്റ്റ് ആവുകയും ചെയ്യും. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ഞാനിവിടെ നീലയമരിയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു സംഭവം ചെയ്യുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻപ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കാണാൻ കഴിയും. ഇനി ഇതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കരിഞ്ജീരകം ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുടി ഒന്നുകൂടെ കട്ട കറുപ്പായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളിനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ ഹെന്ന ഇട്ട് മുടി നന്നായിട്ട് ചോപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ ഒരു മിക്സ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നീലയമരി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുടിയിൽ നന്നായിട്ട് എവിടെയൊക്കെയാണോ എന്നുള്ളത് വെച്ചാൽ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ മാക്സിമം എത്രത്തോളം വെക്കാൻ പറ്റുമോ ഒരു 1-2 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ ഹെന്നയും ഇതേപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നല്ല പോലെ കറുപ്പായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരികയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നീലയമരി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കൈയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കുറേ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ നല്ല പോലെ കറുപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ ഹെന്ന ഇട്ടപ്പോൾ നല്ല പോലെ ചുവപ്പായിരുന്നു. അതിനുശേഷം ഈ ഒരു നീലയമരി ഇട്ടപ്പോൾ ഇതുപോലെ നല്ല പോലെ കറുപ്പായി മാറി. അപ്പോൾ ഇത് വീഡിയോയിൽ എത്രത്തോളം ബ്ലാക്കായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല പോലെ കറുപ്പായിട്ട് മാറ്റും. ഇത് നമ്മുടെ മുടി ഇതുപോലെ തന്നെ നന്നായിട്ട് കറുപ്പായിട്ട് മാറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.